ഇവിടെ നേപ്പാളിൽ CST സഭയുടെ മിഷൻ തുടങ്ങിയിട്ട് 30 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഇവിടെ ജോലി ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു അവസരം കിട്ടി. ആ സമയത്ത് ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞേ, ഇപ്പം ഞാനീ പോണ വഴിക്കല്ലോ വണ്ടി ഇടിച്ചോ അല്ല വേറെ എന്തെങ്കിലും പറ്റി ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ആരാ നോക്കണത്? അപ്പം ഇതൊന്നും നമ്മുടെ ഈ ബുദ്ധിയിലോ അല്ലെ നമ്മൾ റീസൺ ചെയ്യണ കാര്യത്തിൽ ഇരിക്കണ കാര്യങ്ങളൊന്നും അല്ല. അപ്പം അപ്പനും അമ്മേനും ദൈവം നോക്കും. പിന്നീട് ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാൻ ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഞാൻ ചെറുപുഴ സഭയിലും ചേരുകയില്ല, അച്ഛനും ആകുകയില്ലായിരുന്നു. CST സഭയിൽ ചേർന്നതിന് ശേഷം ഒരു സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ അച്ഛനായതിലും സെമിനാരി ചേർന്നതിനും ഞാൻ ഒരിക്കൽ പോലും സെമിനാരി വന്നതിന് ശേഷം തിരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അച്ഛനായത് മോശമായി പോയെന്നോ അയ്യോ വേറൊരു ഡിസിഷൻ എടുക്കാമായിരുന്നു എന്നൊരു എനിക്ക് ഒരു കാലത്തും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ക്രിസ്മസ് ആഘോഷിക്കപ്പെടാത്ത രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു പേര് അത് നേപ്പാൾ എന്നായിരിക്കും. പക്ഷേ നേപ്പാളിൽ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നു. എന്തുകൊണ്ടായിരുന്നു നേപ്പാളിൽ ആദ്യം ക്രിസ്മസ് ആഘോഷിക്കപ്പെടാതിരുന്നത്? 1990 വരെ നേപ്പാളിൽ റിലീജിയസ് ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് മറ്റു മതങ്ങൾ 1990 ശേഷമാണ് മറ്റു മതങ്ങൾ നേപ്പാളിലേക്ക് കടന്നു വന്നത്. അങ്ങനെ 1993 ചെറുപുഷ്പ സഭയിലെ വൈദികർ നേപ്പാളിലേക്ക് കടന്നു വരികയും ഇവിടെ മിഷൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അതിന് ഫലമായി ഇവിടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആരംഭിച്ചു, സോഷ്യൽ വർക്കുകൾ ആരംഭിച്ചു. അതുപോലെ തന്നെ ചെറുപുഷ്പ സഭയിലെ വൈദികരെ പോലെ തന്നെ മറ്റു സഭയിലെ വൈദികരും രൂപതാ വൈദികരും സിസ്റ്റേഴ്സും ഇവിടെ ഇപ്പോൾ തീക്ഷ്ണമായിട്ട് ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. ചെറുപുഷ്പ സഭയിലെ 8 വൈദികരാണ് നേപ്പാളിൽ ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വൈദികരുടെ ക്രിസ്മസ് അനുഭവങ്ങളും അവരുടെ വൊക്കേഷൻ ജേണിയുടെ കാര്യങ്ങളും നമുക്ക് ശ്രവിക്കാം. ഞാനിവിടെ വന്നിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ്, നേപ്പാളിൽ വന്നിട്ട് ഉള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. ഇവിടെ നേപ്പാളിൽ CST സഭയുടെ മിഷൻ തുടങ്ങിയിട്ട് 30 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഇവിടെ ജോലി ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു അവസരം കിട്ടി. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഈ വേളയിൽ അതിനൊക്കെ ഒത്തിരി നന്ദി പറയുകയാണ്. ഇവിടെ നേപ്പാളിൽ 20 വർഷമായിട്ട് ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൈക്കിളച്ചൻ ഇവിടെയുണ്ട്. മൈക്കിളച്ചനാണ് ഞങ്ങളുടെ ഏറ്റവും ടോപ്പ് സീനിയർ ഇവിടുത്തെ. അപ്പം മൈക്കിളച്ചൻ ഈ 20 വർഷം ആഘോഷിച്ച ക്രിസ്മസിൻ്റെ അനുഭവങ്ങളും മൈക്കിളച്ചൻ്റെ മിഷൻ അനുഭവങ്ങളും നമുക്കൊന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ ഗോർപൂർ രൂപതയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 27 കൊല്ലം ഗോർപൂർ ജോലി ചെയ്തു. അതിനുശേഷം നേപ്പാളിലേക്ക് വരാൻ ഒരു അവസരം കിട്ടി. ഒരു ചെപ്പാങ് സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ആളുകളുടെ സഹായവും ധനസഹായവും വേണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ നമ്മുടെ സഭ അത് കൊടുക്കാൻ തീരുമാനിക്കുകയും ഞാൻ അതിനുവേണ്ടി വോളണ്ടിയർ ചെയ്യുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഞാൻ നേപ്പാളിൽ വന്നത്. എൻ്റെ ഉദ്ദേശം വളരെ ഷാർപ്പായിരുന്നു. ആ ഒരു പിള്ളേരുടെ കൂടെ മാത്രം ജീവിക്കാനും അവർക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് മേഖലകളിലേക്ക് ഞാൻ അധികം പുറപ്പെട്ടിട്ടില്ല, ഇറങ്ങി തിരിച്ചിട്ടില്ല. ഇനി ക്രിസ്മസിൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുള്ള പിള്ളേരെല്ലാം ആരും കത്തോലിക്കരായിരുന്നില്ല. ഒരു 70% പേരും പിള്ളേരും പ്രൊട്ടസ്റ്റൻ്റുകാരായിരുന്നു. അവർക്ക് ക്രിസ്മസിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ളവരും നല്ല ബോധമുള്ളവരുമായിരുന്നു. ആഘോഷിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ അവർക്ക് ക്രിസ്മസിന് വീട്ടിൽ പോയി അവരുടെ ചെറിയ പള്ളികളിൽ ആഘോഷിക്കുക ആയിരുന്നു കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ക്രിസ്മസിന് ഒരാഴ്ചത്തെ അവധി കൊടുത്ത് പിള്ളേരെ വീട്ടിൽ വിടുമായിരുന്നു. ആ കാരണം കൊണ്ട് ക്രിസ്മസ് വലിയ തോതിൽ നമ്മുടെ മിഷനിൽ ആഘോഷിക്കാൻ ഒരവസരം ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ കൊല്ലവും ആരംഭം തുടങ്ങി ഈ കഴിഞ്ഞ വർഷം വരെ നാരായണൻകെട്ടിലെ മെയിൻ ചർച്ചിൽ വന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്നു പതിവ്. അവിടെ വളരെ എല്ലാ കൊല്ലവും, പ്രത്യേകിച്ച് റോബി ഇവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നൊരു 1000-1500 പേരെങ്കിലും ക്രിസ്മസിന് വന്നിരുന്നു. കുർബാനയ്ക്ക് കുറച്ച് പേര്, നല്ല തിരക്കുണ്ടായിരുന്നു കുർബാനയ്ക്കും. എന്നിവരിലും ധാരാളം പേര് ക്രിസ്മസിന് വന്നിരുന്നു, പങ്കെടുത്തിരുന്നു. അതിനകത്ത് പങ്കുചേരുന്നതിൽ എനിക്കും വളരെ സന്തോഷമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ
എൻ്റെ മിഷനിലെ ആഘോഷം വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചതും ഇതുവരെ നടന്നുകൊണ്ട് പോകുന്നതും. എന്നുവരികിലും ക്രിസ്മസിനെക്കുറിച്ചും അതിൻ്റെ സന്ദേശത്തെക്കുറിച്ചും അവിടുത്തെയുള്ള പിള്ളേരോട് ഞാൻ പറയാറുണ്ട്. അവരോടുകൂടി അവസാനത്ത് അവർ വീട്ടിൽ പോകുന്നതിൻ്റെ തലേ ദിവസം നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് നന്നായിട്ട് ആഘോഷിക്കുകയും ചെറിയ കലാപരിപാടികൾ വെച്ച് ആഘോഷിക്കാറുമുണ്ടായിരുന്നു. മൈക്കിളച്ചൻ്റെ ജീവിതം ഞങ്ങൾക്ക് ശരിക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. ആ ഇൻസ്പിറേഷനിൽ നിന്നാണ് ഞങ്ങൾക്കും ഈ നേപ്പാൾ മിഷനിലേക്ക് വരാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ നേപ്പാളിൽ 12 വർഷത്തിന് മുകളിൽ ഇവിടെ ജോലി ചെയ്തിട്ടുള്ള റോബിയച്ചൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നേപ്പാളിലെ ക്രിസ്മസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കപ്പെടാത്ത ഒരു രാജ്യങ്ങളിൽ ഒന്നായിരുന്നു നേപ്പാളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അപ്പം നമ്മുടെ ക്രിസ്തീയ സഭ ഇവിടെ വന്നു, നമ്മുടെ കാത്തലിക് ചർച്ച് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം ഒരുപാട് മൂവ്മെൻറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾ, എഡ്യൂക്കേഷണലായിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. അപ്പം 12 വർഷത്തെ ഒരു കാലയളവ് എന്ന് പറയുന്നതും വലിയൊരു കാലയളവ് തന്നെയാണ്. അപ്പോൾ നേപ്പാളിൽ 12 വർഷം ഈശോയ്ക്ക് വേണ്ടി ഇവിടെ സേവനം ചെയ്യാനായിട്ട് പറ്റി എന്ന് പറയുന്നത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മുടെ CST സഭ നേപ്പാളിൽ സ്ഥാപിച്ച ആദ്യത്തെ സ്കൂളാണ് നാരായൺഘട്ട്. ആ സ്കൂളിൽ 12 വർഷം അച്ഛൻ ഇവിടെ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തതാണ്. അതുപോലെ തന്നെ അച്ഛൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അച്ഛൻ ഇവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു, ഇവിടുത്തെ പാരിഷ് പ്രീസ്റ്റായിരുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെയാണ് നിർവഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛനിൽ നിന്നും നമുക്ക് കുറേ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ക്രിസ്മസിൻ്റെ സുദിനത്തിൽ കേൾക്കാനായിട്ട് ഉണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടുകൂടി അത് കേൾക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെ ദിനത്തിൽ ഇങ്ങനെ ഇരുന്ന് ക്രിസ്മസിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്. ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നേപ്പാളിൽ ഞാൻ വന്നതിന് ശേഷം ഈ നാരായൺഘട്ട് നമ്മുടെ ആദ്യത്തെ CSTക്കാരുടെ ആദ്യത്തെ ഹൗസാണ്, ആദ്യത്തെ ആശ്രമവും ആദ്യത്തെ സ്കൂളും ഒക്കെയാണ്. ഈ നാരായൺഘട്ട് സിറ്റിയിലെ ആൾക്കാരുടെ ഒരു ആഘോഷമാണ് ഇത്. നമ്മുടെ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാത്തലിക്സിൻ്റെ മാത്രമല്ല ആഘോഷം, ഇതൊരു പ്രദേശത്തിൻ്റെ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. ഇന്നും നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ ഒരുപാട് പിള്ളേരും പേരൻസും എന്നും ഓർത്തിരിക്കുന്ന ഒരു ദിവസം 25-ാം തീയതി ക്രിസ്മസിൻ്റെ ദിവസമാണ്, ഡിസംബർ 25. അന്ന് എല്ലാവരും വരും ഇവിടെ നമ്മളെ കാണാനും ഇവിടുത്തെ ഡെക്കറേഷനും ക്രിസ്മസിൻ്റെ കേക്ക് സ്വീകരിക്കാനൊക്കെ അവരെ സംബന്ധിച്ചൊരു വലിയൊരു ഉത്സവമാണ്. അപ്പോൾ ഈ ക്രിസ്മസിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ബൈബിളിലൊക്കെ പറയുന്ന വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യാവതാരം ചെയ്ത യേശു മനുഷ്യരുടെ ഇടയിലാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്നെ ആകർഷിച്ചാണ്. പാവപ്പെട്ടവരുടെ ഇടയിലോട്ടും അങ്ങനെ നമ്മളെ ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഇടയിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെന്ന് ഒരു ക്രിസ്മസ് ആഘോഷിച്ച് കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ വളരെ നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ നമുക്ക് ജീവിതത്തിൽ ലഭിക്കും. ഇന്നലത്തെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഇന്നലത്തെ നമ്മൾ കൊടുത്ത ക്രിസ്മസ് ഗിഫ്റ്റ് അവർ ചെയ്യിക്കുമ്പം പലരുടെയും കണ്ണുകളിൽ നിന്ന് നമുക്കറിയാം കണ്ണ് നിറഞ്ഞു പോകും. കാരണം ഈ പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം അവർക്കൊരു വലിയൊരു അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്തു എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നു. ഒത്തിരി സന്തോഷം നിറഞ്ഞ വാക്കുകൾ ഈ ക്രിസ്മസിൻ്റെ സുദിനത്തിൽ നമുക്ക് റോബീസിൻ്റെ അടുത്ത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റി. നമുക്കിവിടെ ഇപ്പം ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള മഞ്ജുഷ് ശ്രാഗത്തച്ഛനുണ്ട്. അച്ഛന് വീട്ടിലേക്കൊന്ന് പോയിരിക്കുകയാണ് ഒരു അത്യാവശ്യത്തിന് വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് നേപ്പാൾ ഇന്ത്യ ബോർഡറിൽ ബീർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു സ്കൂളുണ്ട്. അവിടെ സേവനം ചെയ്യുന്ന ഫാദർ സിറിൽ മങ്കരയിൽ CST, അതുപോലെ തന്നെ അവിടുത്തെ വൈസ് പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്ന റവർ ഫാദർ ടോണി മുണ്ടാണിയോരത്തിൽ CST, അങ്ങനെ 3 പേരും കൂടെ ഉണ്ട് ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ. അവരെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. അവർ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്രിസ്മസിൻ്റെ ഈ സുദിനം കുറച്ചുകൂടെ സന്തോഷം ഉണ്ടായേനെ. അതുപോലെ തന്നെ ഞങ്ങൾ 8 പേർക്ക് മുന്നേ ഇവിടെ വർക്ക് ചെയ്തു പോയിട്ടുള്ള ഒരുപാട് വൈദികരുണ്ട്. ഇവിടെ ഇതിനു മുൻപ് സേവനം ചെയ്ത് കടന്നു പോയ എല്ലാ അച്ഛന്മാരെയും ഈ ക്രിസ്മസിൻ്റെ സുദിനത്തിൽ ഒത്തിരി സന്തോഷത്തോടുകൂടി ഓർക്കുകയും അവർ നമുക്ക് വേണ്ടി ചെയ്ത, നമ്മുടെ ചെറുപുഷ്പ സഭയ്ക്ക് വേണ്ടി ചെയ്ത, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ചെയ്ത, നമ്മുടെ
ഈ വചനം പങ്കുവയ്ക്കാനായിട്ട് അവർ കാണിച്ച ആ സ്നേഹത്തിനും സന്നദ്ധതയ്ക്കും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഈ അവസരത്തിൽ അവരെയൊക്കെ ഒത്തിരി സ്നേഹത്തോടു കൊടുത്ത് നന്ദി പറയുകയും ചെയ്യുന്നു. പിന്നെ ക്രിസ്മസിനെ കുറിച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് മുൻപേ ഇവിടെ വന്ന 2 വൈദികരാണ് ജേക്കബ് അച്ഛനും നമ്മുടെ റിൻസ് അച്ഛനും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജേക്കബ് അച്ഛനും ഞാനും ബാച്ചിയാരും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ സെമിനാരികളിൽ ഒരുപാട് ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷമാണ് ഇവിടെ ഉള്ളത്. അപ്പം സെമിനാരിയിൽ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ആഘോഷിച്ചുകൊണ്ടിരുന്ന ക്രിസ്മസ് അനുഭവം ഇപ്പോൾ നേപ്പാളിൽ നമ്മൾ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസിൻ്റെ അനുഭവം തമ്മിൽ ഉള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ചൊക്കെ നമുക്ക് ജേക്കബ് അച്ഛനിൽ നിന്നും സന്തോഷത്തോടുകൂടെ കേൾക്കാം. ഈ ഒരു സന്തോഷ ദിനത്തിൽ ഇവിടെ ഒരുമിച്ച് വരുവാനായിട്ട് ഒരു അവസരം നൽകിയ ദൈവത്തിന് പ്രത്യേകമായിട്ട്, ഉണ്ണീശോയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സുജൻ പറഞ്ഞതുപോലെ ഏകദേശം 3 വർഷം ആയി ഞങ്ങളിപ്പോൾ ഇവിടെ പൂർത്തിയാക്കുകയാണ്, ഞാനും റിൻസച്ചനും. അപ്പം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ ഒരു ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു ചിന്തയെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു ഫീലിംഗ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും നക്ഷത്രങ്ങൾ തൂക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പുൽക്കൂടുകൾ ഒരുക്കുകയും അങ്ങനെ 25 ദിവസം നോമ്പൊക്കെ നോറ്റ് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മളവിടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഇവിടുത്തെ ഒരു ക്രിസ്മസ് ആഘോഷം എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിപ്പോവുക എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഹൗസുകളിൽ, അതായത് നമ്മുടെ ആശ്രമങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോവുകയാണ്. പക്ഷേ റോബിച്ചൻ മുമ്പ് പറഞ്ഞതുപോലെ മലമുകളിലേക്കൊക്കെ നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കുമ്പോൾ, ആളുകളുടെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കുമ്പോൾ ക്രിസ്മസ് ശരിക്കും ഒരു പങ്കുവയ്ക്കലിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ആളുകൾക്ക് ക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നതിൻ്റെ ആ ഒരു സന്ദേശം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ്. നമുക്കറിയാം എന്തിനാണ് ക്രിസ്മസിൽ നക്ഷത്രങ്ങളൊക്കെ തൂക്കുക എന്ന് പറയുന്നത്. ക്രിസ്മസിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നത് തന്നെ ഒരു വലിയ അർത്ഥമുണ്ട്. ക്രിസ്തു ഇവിടെ ജനിച്ചു, അപ്പം നിങ്ങൾ ഇവിടേക്ക് വരിക, ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിനെ കാണുക, ക്രിസ്തുവിനെ അനുഭവിക്കുക എന്ന ഒരു മെസ്സേജ് കൂടി നമുക്ക് ഈ ഒരു ക്രിസ്മസിലെ നക്ഷത്രങ്ങൾ തൂക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ നേപ്പാളിലെ ആ ഒരു അവസരം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ക്രിസ്മസിലെ നക്ഷത്രങ്ങൾ സ്കൂളുകളിലെല്ലാം തൂക്കുന്നു. അപ്പം ഇവിടേക്ക് മറ്റുള്ളവരെ ആകർഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കാണാനായിട്ടും ക്രിസ്തുവിനെ അനുഭവിക്കുവാനായിട്ടും നമ്മുടെ സ്കൂളുകൾ നടത്തുന്നുണ്ട്. സ്കൂളുകളിലൂടെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നുണ്ട്. എങ്കിലും ക്രിസ്മസിൻ്റെ ആ ഒരു അവസരത്തിൽ ആ 25 ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് റോബിച്ചൻ പറഞ്ഞതുപോലെ 1500-2000 ആൾക്കാരോളം ഈ ഒരു നമ്മുടെ ഈ ഒരു പാരീഷിലേക്ക് കടന്നു വരികയും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു മധുരം നുകരുകയും അതിനോട് അനുബന്ധിച്ച് ഇവിടെയുള്ള നമ്മുടെ ക്രിബും അതുപോലെ തന്നെ മറ്റലങ്കാരങ്ങളും കാണുകയും അവരുടെ ആ ഒരു സന്തോഷമെന്ന് പറയുക ശരിക്കും ഒരു പങ്കുവയ്ക്കലിൻ്റെ അനുഭവമാണ്. ഇവിടെ നിന്ന് കടന്നുപോയവർ ഇവിടേക്ക് വീണ്ടും തിരിച്ചു വരുന്നു, ഒരുമിച്ച് കൂടുന്നു. ശരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ലഭിക്കുക. നമ്മൾ ഏകദേശം 3500 കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി ഇവിടെ നേപ്പാളിൽ മലമുകളിലാണെങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന അവരുടെ ആ ഒരു കടന്നുവരവും അതുപോലെ തന്നെ അവരുടെ ആ ഒത്തുചേരലും ഒക്കെ നമുക്കൊരു നമ്മുടെ ഒരു വീടിൻ്റെ അനുഭവമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുക. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഇടവകയിൽ ഈ ഒരു സ്കൂളിൽ ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു, 2 വർഷമായിട്ട് ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. അപ്പം ഈ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുകയും ചെയ്യുന്ന കാര്യമാണ്. ജേക്കബ് അച്ഛനിൽ നിന്നും ഒത്തിരി ക്രിസ്മസിൻ്റെ സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റി. ക്രിസ്മസിനെ കുറിച്ച് ആദ്യം നമ്മൾ പറയുമ്പോൾ കേൾക്കുന്ന ഒരു വചനഭാഗം എന്ന് പറയുന്നത്, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പ്രിൻസ് അച്ഛൻ്റെ ജീവിതമായിട്ട് അത് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വചനം തന്നെയാണ്. പ്രിൻസ് അച്ഛൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു സഹോദരിയും പിന്നെ റിൻസ് അച്ഛനുമാണുള്ളത്. റിൻസ് അച്ഛനാണ് ആ ഭവനത്തിലെ ഒരു ആൺകുട്ടി. അപ്പം സഭയിലേക്ക് വന്നു, ഇപ്പം മിഷൻ പ്രദേശത്തേക്ക് വന്നു. ചെപ്പാങ് വില്ലേജിൽ, അതായത് നേപ്പാളിലാണെങ്കിൽ 35-ൽ കൂടുതൽ ഗോത്രവർഗ്ഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന ഒരു ഗോത്രവർഗ്ഗമാണ് ചെപ്പാങ് എന്ന് പറയുന്നത്. ഇല്ലായ്മയിലുള്ള ഒരു സന്തോഷം അവർക്കൊന്നും ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ജീവിച്ച കുറേ നാൾ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ച റിൻസസിനുണ്ട്. അപ്പോൾ ആ ക്രിസ്മസിൻ്റെ സന്തോഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ സന്തോഷത്തെക്കുറിച്ചൊന്ന് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. എല്ലാവർക്കും ഉണ്ണീശുവിൻ്റെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങളേറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. അപ്പം നമ്മുടെ സിജോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നിർത്തി, ഇവരെ ഈ
പ്രത്യേകിച്ച് ചെപ്പാങ് ജാതിയിലുള്ളവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നുമില്ലെങ്കിലും അവർ നാളത്തേക്ക് ഇനി എന്നാണ് വേണ്ടിയത്, അല്ലെ അവരെങ്ങനെയാണ് സന്തോഷത്തോടെ ഇതെല്ലാം ജീവിച്ചു പോകുന്നത് എന്ന് പറയണ്ടേ. ഈ നേപ്പാളി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളീയരെ ഇന്ന് അവരെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ചാൽ നാളത്തെക്കുറിച്ച് അവർക്കൊരു എന്നതാ ഇനി ചെയ്യണ്ടേന്നുള്ളൊരു ചിന്ത ഇല്ലാത്തവർ. അത് പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളേരിയയിലേക്ക് പോകുമ്പോൾ, ഈ ഗ്രാമത്തിലേക്കും ഈ ഇതേമാതിരി ചെപ്പാങ് വില്ലേജിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ളവരുടെ ജീവിതമൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നാളത്തെ പറ്റി എന്നാന്നുള്ളൊരു ചിന്തയില്ല. ഞങ്ങളിവിടെ വന്നിട്ട് ഇവരിൽ നിന്ന് കണ്ടുപിടിച്ചതായിട്ടുള്ളൊരു കാര്യമാണിത്. നിങ്ങൾ നാളെക്കുറിച്ച് ആകുലപ്പെടരുത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് ഉണ്ട്, ഈ പറഞ്ഞ മാതിരി പോസിറ്റീവ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ ക്രിസ്മസിൻ്റെ സമയത്തിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് വശമുണ്ട് അതിൻ്റെ അകത്തുള്ള. അവർ നാളെക്കുറിച്ച് ആകുലരല്ല. അവർ ഇന്ന് അവർക്ക് ദൈവം എന്താണ് കൂടെ എല്ലാവർക്കും ഈശോനറിയാം. അവർ ഇന്ന് എന്നാണോ അവർക്ക് ഉള്ളത് അത് അവർ അടിച്ചു പൊളിച്ച് നല്ല സൂപ്പറായിട്ട് അത് അവരുടെ വീട്ടിൽ പോയിരിക്കുമ്പോൾ അവരെല്ലാവരും ഒന്നിച്ചിരുന്നാണ് കഴിക്കണം. ഒന്നിച്ചിരിക്കും, അടുത്തുള്ളവരെ വിളിക്കും. ഇത് നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിലും നമ്മളങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ ഈ മനുഷ്യരങ്ങനെ ചെയ്യും. ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നവരാണ്. ആ സന്തോഷത്തിൽ അവർ ജീവിക്കുന്നവരാണ്. ഒന്നുമില്ലെങ്കിലും അപ്പുറം ഉള്ളവന് എന്തെങ്കിലും കിഴങ്ങോ അല്ലെ ഇച്ചിരി എന്താ തിന്നാനുള്ള ആ ചെടി പറിച്ചോ എന്തൊക്കെയാണോ അവർക്കുള്ളത് അതെല്ലാം വെച്ച് അവർ കൊടുത്ത് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്നേഹം കൈമാറുന്നവരാണ്. നാളത്തെക്കുറിച്ച് ചിന്തയോ വ്യാകുലതയോ ഇല്ലാത്ത മനുഷ്യരാണത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ക്രിസ്മസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോയി ഇരിക്കുമ്പോഴാണേലും അപ്പം ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ഇന്നുള്ളത് അതിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ഒരു കാര്യം ഞങ്ങൾ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഈ നേപ്പാളി മക്കളിൽ നിന്ന് ഞങ്ങൾ പഠിച്ച ഒരു കാര്യമാണ്. റിൻസച്ചൻ്റെ വാക്കുകൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകളായിരുന്നു. റിൻസച്ചനപ്പം സൂചിപ്പിച്ചു, അതായത് ചെപ്പാങ് വില്ലേജിൽ അല്ലെങ്കിൽ ചെപ്പാങ് ആളുകളുടെ ഇടയിൽ കാണുന്ന ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നുമില്ലെങ്കിലും അവർക്ക് സന്തോഷമുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇല്ലായ്മയിലുള്ളൊരു സന്തോഷം. അപ്പോൾ റിൻസച്ചൻ്റെ ജീവിതമായിട്ട് ഇത് കണക്ട് ചെയ്ത് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ റിൻസച്ചൻ്റെ വീട്ടിൽ ആകെയുള്ള ഒരു ആൺകുട്ടിയാണ്. പിന്നെ ഉള്ളത് ഒരു സഹോദരിയാണ്. പിന്നെ നമ്മുടെ ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വീട് നോക്കേണ്ടത് റിൻസച്ചനായി അവിടെ വളർന്നു വരുന്ന ആൺകുട്ടി അല്ലെങ്കിൽ അവരാണല്ലോ വീട് നോക്കേണ്ടത്. ഇപ്പം ക്രിസ്തുവിനെ സേവിക്കാനായിട്ട് ഈ സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് സഭയിലേക്ക് വന്നു. അപ്പം റിൻസച്ചൻ്റെ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് അവർക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ റിൻസച്ചൻ പോകുന്നതിൻ്റെ വിഷമം ഉണ്ടോ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനായിട്ട് പറ്റുമോ? ആ സമയത്ത് ഞാൻ +2 പഠിച്ചിട്ടാണ് ഞാൻ പുരോഗമന സെമിനാരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞ്, ഇപ്പം ഞാനീ പോണ വഴിക്കല്ലോ വണ്ടി ഇടിച്ചോ അല്ല വേറെ എന്തെങ്കിലും പറ്റി ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ആരാ നോക്കണത്? അപ്പം ഇതൊന്നും നമ്മുടെ ഈ ബുദ്ധിയിലോ അല്ലെ നമ്മൾ റീസൺ ചെയ്യണ കാര്യത്തിൽ ഇരിക്കണ കാര്യങ്ങളൊന്നും അല്ല. അപ്പം അപ്പനും അമ്മേനും ദൈവം നോക്കും. ആ ഒരു ഉറപ്പിലാണ് നമ്മൾ പോന്നേക്കണത്. അപ്പോൾ ആ ഒരു ഉറപ്പിലാച്ചാ നമ്മുടെ പരിപാടികളെല്ലാം ഉറപ്പിലല്ലാച്ചാ. ഇവിടെയുള്ള എല്ലാ പരിപാടികളും ഈ ദൈവ പരിപാലനയോട് ചേർത്ത് വെച്ചുള്ള പരിപാടികളാണ്. അപ്പം ആ ഒരു ഉറപ്പിലാണ് ദൈവം നോക്കും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നോക്കും എന്നുള്ളൊരു പോയിന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മളിപ്പം ഈ ചെപ്പാങ് വില്ലേജിലേക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ ക്യാമ്പ് നടത്താനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷനൊക്കെ പോവുകയാണെങ്കിൽ വഴിയില്ലാത്ത വഴിയിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അത് തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത വഴിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചു വരാനായിട്ട് പറ്റുമെന്ന് നമുക്ക് തോന്നാൻ പറ്റാത്ത രീതിയിലുള്ള വഴികളാണ് പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം പോകുന്ന വഴിക്ക് ചിലപ്പം മണ്ണിടിഞ്ഞ് ചിലപ്പം നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാകാനുള്ള സാധ്യത ഉണ്ടാകും. ആ പ്രദേശങ്ങളൊക്കെയാണ് ഇവർ താമസിക്കുന്നത്. പക്ഷേ എങ്കിലും ദൈവം നമ്മളെ നോക്കിക്കോളും, നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമുക്കിവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. റിൻസച്ചൻ്റെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടു. അപ്പോൾ അതുപോലെ തന്നെ റിൻസച്ചൻ്റെ വീട്ടിൽ ആപ്പാട് ഉണ്ടായിരുന്ന ഒരാളാണ് ഇങ്ങോട്ട് വന്നത്. മൈക്കിളച്ചൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ മൈക്കിളച്ചനൊക്കെ 12 പേരാണുള്ളത്. അപ്പോൾ ആ 12 പേരിൽ നിന്നും സഭയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നു. അപ്പം വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മൈക്കിളച്ചൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചതെന്ന് ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. ഞങ്ങളൊക്കെ ഒരുപാട് ചെറിയ ആൾക്കാരാണ്.
ആ വീട്ടിലുണ്ടായ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഓർമ്മകൾ മൈക്കിളച്ചനുണ്ടാകും. പിന്നെ ഈ 12 പേരിൽ നിന്നും സെമിനാറിലേക്ക് വന്നപ്പം സഹോദരങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ആൾക്കാർക്ക് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് താല്പര്യമുണ്ട് മൈക്കിളച്ചൻ്റെ അടുത്ത് നിന്ന്. സിജോ അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ 12 അംഗങ്ങളുള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ 7ാമത്തെ ആളാണ്. രസകരമായിട്ടും വഴക്കുകൂടിയും തല്ലിപ്പറിച്ചും ജോലി ചെയ്തും ഒരു രസമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ള 1-2 ആളുകളുടെ വീട്ടിലെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതമൊക്കെ വളരെ സെലിബ്രേഷനായിരുന്നു. അന്ന് ജോലി ചെയ്ത് കൃഷിപ്പണി ചെയ്ത് തിന്നാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഇഷ്ടംപോലെ തിന്നും. ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ ദിവസം പോലും രാവിലെ 8:30 വരെ റബ്ബർ വെട്ടിയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയതും പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്ന് റബ്ബർ ഷീറ്റ് അടിച്ച് വെച്ച് അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഞാൻ സെമിനാരിയിലേക്ക് പോകാൻ അങ്ങനെ എനിക്കൊരു പ്രത്യേക പ്ലാനും പദ്ധതിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വലിയൊരു തീക്ഷ്ണതയും ഇല്ലായിരുന്നു സെമിനാരിയിൽ പോകണമെന്നോ അച്ഛനാകണമെന്നോ. ഒരിക്കൽ എൻ്റെ വികാരിയച്ഛൻ പറഞ്ഞു, ഈ ആണ്ട് പാലായിൽ ദൈവവിളി ക്യാമ്പ് നടക്കുന്നുണ്ട്, നമ്മുടെ ഇടവകയിൽ ആരും പോകുന്നില്ല, എനിക്ക് താൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ പോയി. അവിടെ 3 ദിവസത്തെ ക്യാമ്പായിരുന്നു. പല കാര്യങ്ങളും അതേക്കുറിച്ച് ഞാൻ എന്താ പറഞ്ഞതെന്നൊന്നും ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. പക്ഷേ 3ാമത്തെ ദിവസം ഒരുപാട് കോൺഗ്രിഗേഷനിൽ നിന്ന് അച്ഛന്മാർ വന്ന് അവരുടെ കോൺഗ്രിഗേഷനെ കുറിച്ച് പറഞ്ഞ് അവതരിപ്പിച്ചു. അവരോട് ഏത് സ്ഥലത്ത് ചേരണമെന്ന് ആഗ്രഹിക്കുന്നോ അവിടെ പേരും അഡ്രസ്സും കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ ചെറുകുഴപ്പ സഭയിൽ നിന്ന് ബിഷപ്പ് ഡൊമിനിക്ക്, അന്ന് ഫാദർ ഡൊമിനിക്കായിരുന്നു, വന്ന് ചെറുകുഴപ്പ സഭയെക്കുറിച്ചും പറഞ്ഞു. അന്ന് ഞാൻ ഓർത്ത് ചെറുകുഴപ്പ മിഷൻ ലീഗിൻ്റെ വല്ല വകഭേദമായിരിക്കുമെന്ന് കരുതി ഞാൻ അതേക്കുറിച്ച് ഒട്ടും ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ ആർക്കും ഒരു പേരും കൊടുത്തില്ല, ഒരു അഡ്രസ്സും കൊടുത്തില്ല. ഞാൻ ഈ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി പാലാ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു ബസ് ഒരു 10 മിനിറ്റ് മുമ്പ് അങ്ങ് കടന്നുപോയി. പിന്നെ ഒരു ബസ് കിട്ടണ ഒത്തിരി താമസിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. അന്നേരം ഈ ഫാദർ ഡൊമിനിക്ക് വരുക, ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന പുള്ളിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചു, താൻ ക്യാമ്പിന് വന്നായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്നു, ക്യാമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് എവിടെയാണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്, പേര് കൊടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ആർക്കും കൊടുത്തില്ല. ഉടനെ പുള്ളിക്ക് സന്തോഷമായി. ബാഗ് തുറന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം എടുത്ത് തന്നു, പൂരിപ്പിച്ച് തരാൻ പറഞ്ഞു. ഞാൻ പൂരിപ്പിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് അന്ന് ചെറുകുഴപ്പ സഭയിൽ ചേർന്നോ, നല്ല സഭയാണെന്നൊക്കെ അന്നേരം പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് പേരൻസിനോട് പറഞ്ഞു. പേരൻസിന് 12 പേരല്ലേ വീട്ടിലുള്ളതാവും, പോകാതിരിക്കുന്ന വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് പോകുന്നതിനെക്കുറിച്ച് ഒരെതിരും പറഞ്ഞില്ല അവരും. പിന്നീട് ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാൻ ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഞാൻ ചെറുകുഴപ്പ സഭയിലും ചേരുകയില്ല, അച്ഛനും ആകുകയില്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് 2 അച്ഛന്മാർ, എൻ്റെ ചേട്ടനും ഒരു അച്ഛനാണ്, 2 അച്ഛന്മാർ ആകുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രെഡിറ്റിൻ്റെ ഒരു വശം കൂടിയായിരുന്നു അവർക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു 2 പെങ്ങന്മാരും സിസ്റ്റേഴ്സാണ്. അവരും അങ്ങനെ 4 പേര് ഈ സന്യസ്തരായിട്ട് കുടുംബത്തിലുണ്ട്. അതേക്കുറിച്ച് ഇപ്പോഴും ആൾക്കാർക്ക് സന്തോഷമാണ്. എനിക്കും ആ കാര്യത്തെക്കുറിച്ച് സന്തോഷം തന്നെയാണ്. ഈ കാര്യം ഞാൻ അച്ഛനാകാൻ എനിക്ക് വലിയ തീക്ഷ്ണതയൊന്നും ഇല്ലായിരുന്നെങ്കിലും സെമിനാരി ചേർന്നതിന് ശേഷം എനിക്കിതേക്കുറിച്ച് വളരെ സന്തോഷം തോന്നിയിട്ടുമുണ്ട്. എനിക്ക് അച്ഛനായതിനെക്കുറിച്ച് വളരെ അഭിമാനവും സന്തോഷവും ഇപ്പോഴും അനുഭവിക്കുന്നുമുണ്ട്. മൈക്കിളച്ചൻ തൻ്റെ ദൈവവിളിയുടെ കാര്യങ്ങൾ വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ച് കാണിച്ചു. മൈക്കിളച്ചൻ്റെ മുഖത്ത് ഇപ്പോഴും ഒരു സന്തോഷമുണ്ട്. അതായത് ചെറുകുഴപ്പ സഭയിൽ വരാനായിട്ട് സാധിച്ചതും ഇവിടെ ഈശോയ്ക്ക് വേണ്ടി ജീവിതം മുഴുവനും പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചതിനെക്കുറിച്ച് ഒരുപാട് ഇപ്പോഴും ആ മുഖത്തൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ റോബിയച്ചൻ, ഞങ്ങളുടെ മിഷൻ സുപ്പീരിയറാണ് റോബിയച്ചനൊക്കെ 7 പേരാണ് വീട്ടിലുള്ളത്. ഞങ്ങൾ അടുത്തടുത്ത ഇടവകക്കാരും കൂടിയാണ്. അച്ഛൻ പൂതമ്പാറ, ഞാൻ കൂരാച്ചുണ്ട് ഇടവക. അപ്പം റോബിച്ചൻ്റെ ജീവിതത്തിലും ചിലപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. കാരണം റോബിച്ചനൊക്കെ ആണെങ്കിലും കൃഷിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ച് വന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് സെമിനാരിയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ റോബിച്ചൻ്റെ ജീവിതത്തിലും ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അച്ഛൻ്റെ വൊക്കേഷൻ ജേണിയെക്കുറിച്ച് കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അച്ഛനാകണം എന്ന് തുടക്കത്തിൽ വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു.
അങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം സ്കൂളിൽ നമ്മളൊക്കെ വളരെ നോട്ടി സ്റ്റുഡൻസിൻ്റെ ഒരു കൂട്ടത്തിൽപ്പെടുന്ന ആളായിരുന്നു. സ്കൂളിലാണേലും പ്രദേശത്തൊക്കെ ആണേലും ആരും തന്നെ റോബി അച്ഛനാകും എന്നൊരു ആർക്കും തന്നെ ഒരു ഇതില്ലായിരുന്നു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. അപ്പോൾ അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതികൾ. ഞാൻ 10ാം ക്ലാസ് പഠിച്ചതിന് ശേഷം 2 വർഷം വീട്ടിൽ നിന്നും വീട്ടിലെ കൃഷിപ്പണികളൊക്കെ ചെയ്തു നിന്നും അതിനുശേഷമാണ് ഞാൻ എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടറായ ചെറിയാനച്ചൻ ഇളവക്കുന്നലച്ചൻ എന്നെ വന്ന് കാണുകയും CST സഭയിലേക്ക് ചേരാൻ എന്നെ സ്വാഗതം ചെയ്യുകയും. അപ്പോൾ ഞാൻ CST സഭയിലോട്ട് ചേരുമ്പം CST സഭ എന്താണെന്നോ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയൊരു അറിവൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഒരു വളരെ ബോധ്യമുള്ളൊരു കാര്യം, CST സഭയിൽ ചേർന്നതിന് ശേഷം ഒരു സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ അച്ഛനായതിലും സെമിനാരി ചേർന്നതിനും ഞാൻ ഒരിക്കൽ പോലും സെമിനാരി വന്നതിന് ശേഷം തിരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അച്ഛനായി മോശമായി പോയെന്നോ അയ്യോ വേറൊരു ഡിസിഷൻ എടുക്കാമായിരുന്നു എന്നൊരു എനിക്ക് ഒരു കാലത്തും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ആ ഒരു ഇന്നർ ഫ്രീഡം, ഞാൻ ഉള്ളിലെ ഒരു സന്തോഷവും സമാധാനവും അച്ഛനായിരിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനകളും അങ്ങനെ വീട്ടുകാരിൽ നിന്നൊരു സപ്പോർട്ട്. ഞങ്ങൾ 7 മക്കളുണ്ടെങ്കിൽ ഞങ്ങൾ മക്കളെല്ലാവരും ഒരുമിച്ച് ചെല്ലുന്നത് വീട്ടിലെ ഒരു സ്വർഗമാണ്. എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് ക്രിസ്മസിന് ഓണത്തിന് അങ്ങനെയുള്ള അവസരങ്ങൾ ഒരുമിച്ച് കൂടുമെന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരു സ്വർഗ അനുഭൂതിയാണ്. എൻ്റെ പെങ്ങളാണേലും തിരുഗതി സഭയിലെ സിസ്റ്ററാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിവസം വളരെ സന്തോഷപ്രദമാണ്. പിന്നെ വൊക്കേഷന് നേപ്പാൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, നേപ്പാൾ എനിക്ക് സംബന്ധിച്ചിടത്തോളം തുടക്കം തന്നെ എനിക്കൊരു ആഗ്രഹമായിരുന്നു നേപ്പാളിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ നേപ്പാളിൽ വരികയും ഞാൻ മനസ്സിലാക്കുന്നു നേപ്പാളിൽ നമുക്ക് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെ പോലെ ഈ ജേക്കബ് അച്ഛനെ പോലെ, റിൻസ് അച്ഛനെ പോലെ, സിജോത്തിനെ പോലെ യങ്ങായിട്ടുള്ള അച്ഛന്മാർ വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് നേപ്പാളിൽ ചെയ്യാനുണ്ട്. നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരുപാട് സ്ഥലങ്ങൾ. അപ്പം എല്ലാവരെയും നേപ്പാളിലേക്ക് മിഷണറി ജോലിക്ക് വേണ്ടി എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. വിളവധികം വേലക്കാർ ചുരുക്കം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നേപ്പാളിലേക്ക് വരികയും നേപ്പാളിൽ നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഞാൻ ഈ ക്രിസ്മസിൻ്റെ ഈ ദിനത്തിൽ സ്വാഗതം ചെയ്യുന്നു. റോബിച്ചനിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വൊക്കേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും വീട്ടിൽ ക്രിസ്മസ് ആഘോഷ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റിയ ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു. ക്രിസ്മസിൻ്റെ ഈ സന്തോഷ സുദിനത്തിൽ ക്രിസ്മസിൻ്റെ വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ഈ വൈദികരിൽ നിന്നും ശ്രവിക്കുകയായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നില്ല. വീണ്ടും ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം. തിരഞ്ഞെടുത്ത ഈ ഒരു ജീവിതം മാറിപ്പോയെന്നോ തെറ്റായി പോയെന്നോ അല്ലെങ്കിൽ വേറൊരു കുറച്ചും കൂടെ നല്ലൊരു ജീവിതം എനിക്ക് ജീവിക്കാം, അങ്ങനൊരു ചിന്തയൊന്നും ഒരിക്കലും എൻ്റെ മനസ്സിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഒക്കെ പ്രാർത്ഥനയായിരിക്കാം. കർത്താവ് കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് ഒരാളെ അങ്ങ് പിടിച്ച് എടാ നീ അവിടെ പോയി വർക്ക് ചെയ്യണം കേട്ടോ എനിക്ക് വേണ്ടി എന്നും പറഞ്ഞ് വിട്ടേക്കുക. അതാണ് അതിൻ്റെ ഒരു സംഭവം.